Good morning. Good morning, Kavya, Gauri, Aisha. കേൾക്കാൻ പറ്റുന്നില്ലേ? യെസ്. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തെ? ഈസി ആയിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഐഷ ഇവിടെ മെസ്സേജ് ഇട്ടുണ്ട്. കാവ്യക്ക് എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ കാവ്യ? ജോയിൻ ചെയ്ത് തന്നെ ഉള്ളൂ കുട്ടികള്. ഓക്കെ ആയിരുന്നു. വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് ഇപ്പൊ സൗമ്യ ജോയിൻ ചെയ്തിട്ടുണ്ട്. എക്സാം ഒക്കെ എളുപ്പമായിരുന്നോ സൗമ്യ? യെസ്. ഓക്കെ, ഓരോരുത്തരോട് ഞാൻ എടുത്ത് കുഴപ്പമില്ലായിരുന്നു. ഗൗരിക്ക് കുഴപ്പമില്ലായിരുന്നു. ടഫായിരുന്നോ? ഒരുപാട് ഈസി അല്ലാന്നാണ് ഉദ്ദേശിച്ചത്? മീഡിയം ആയിരുന്നോ? ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആദ്യമായിട്ട് നമ്മൾ ആ എക്സാം എഴുതണേന്റെ ചിലപ്പോ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലെ? അതുകൊണ്ടായിരിക്കും ചിലർക്ക് ജസ്റ്റ് മാറിപ്പോയിട്ടുണ്ടാവുക. അല്ലാതെ അറിയില്ലാത്തത് കൊണ്ട് ആവണമെന്നില്ല അല്ലെ? ചിലപ്പോ നമ്മളെ ഇനിയിപ്പോ നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ എക്സാം എഴുതി നമുക്കൊരു എക്സ്പീരിയൻസ് ആയല്ലോ. അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ടെൻഷൻ അടിച്ചിട്ട് ആൻസർ മാറിപ്പോയത് ഉണ്ടോ? അങ്ങനെ കോമൺ ആയിട്ട് ഞാൻ വന്നിട്ട് എക്സാം എങ്ങനെ എടുത്ത് ചോദിക്കുമ്പോ മിക്ക കുട്ടികളും അങ്ങനെ മെസ്സേജ് ചെയ്തിടാറുണ്ട്. അപ്പൊ അത് തന്നെ ഞാൻ ചോദിച്ചത്. എനിക്ക് അറിയാവുന്ന മിസ്സേ എനിക്ക് ആൻസർ കറക്റ്റ് ആയിട്ട്, പക്ഷെ എനിക്ക് ടെൻഷൻ അടിച്ചിട്ടേ എനിക്ക് എന്റെ ഓപ്ഷൻ മാറിപ്പോയി എന്ന് പറയും. അങ്ങനെ ഉണ്ടോ? യെസ്, അതെ, കാവ്യയുടെ മെസ്സേജ് ഇട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ചില കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പൊ എന്തായാലും നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാം. നമുക്ക് ഇപ്പൊ ഫസ്റ്റ് ടൈം നമ്മൾ എക്സാം എഴുതുമ്പോ ഒരു ചെറിയ പേടി. ഇപ്പൊ ഡയറക്റ്റ് എക്സാം അല്ലല്ലോ, ഓൺലൈനായിട്ട് നിങ്ങൾ എക്സാം ചെയ്യാൻ കറക്റ്റ് സമയത്ത് തീർക്കാൻ പറ്റുമോ, നമുക്ക് അപ്പത്തേക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ അല്ലെ പല ടെൻഷനൊക്കെ ഉണ്ടാവും. എന്തായാലും നമുക്കതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് എക്സാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ രീതിയിലാണ് നമ്മൾ എക്സാം എഴുതണ്ടേ അല്ലെ? ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്താൽ മതി, ടെൻഷനൊന്നും അടിക്കണ്ട. ഓക്കെ, അപ്പൊ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാം. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, എല്ലാവരും നല്ല തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും ഞങ്ങൾ നോക്കിയായിരുന്നു. എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോ ഓക്കെ, എല്ലാവരും കുട്ടികൾക്കൊക്കെ എളുപ്പമായിരിക്കും. നമ്മൾ പഠിച്ച അത്രയും അല്ലെ, പഠിച്ച ആ ഒരു സെക്ഷനിലൊക്കെ തന്നെ എല്ലാവരും ഒരുവിധം ഇമ്പോർട്ടന്റ് പറഞ്ഞ ഏരിയയിലൊക്കെ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നത് അല്ലെ? ഓക്കെ, എന്തായാലും നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എവിടെ വരെയായിരുന്നു? നമ്മൾ ആ മെറിറ്റ്സ് ആണ് അല്ലെ? മെറിറ്റ്സ് ഓഫ് ഇന്റർവ്യൂ അതല്ലേ പറഞ്ഞത്? ഒരു ഇന്റർവ്യൂ കൊണ്ട് എംപ്ലോയറിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, അതുപോലെ ജോബ് സീക്കേഴ്സ് ജോലി അന്വേഷിക്കുന്നവർക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ളത്. ആ 2 പോയിന്റ്സ് വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലാസ്റ്റ് ക്ലാസ്സിൽ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, അപ്പൊ നമ്മളിപ്പോ ഇവിടെ അഡ്വാൻറ്റേജുകളാ പറഞ്ഞല്ലേ? ഒരു ഇന്റർവ്യൂ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, ജോബ് സീക്കേഴ്സിന് ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണുള്ളത്, ഒരു എംപ്ലോയറിനെ സംബന്ധിച്ച് ഇന്റർവ്യൂ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണുള്ളത് എന്നാണ് നമ്മൾ നോക്കിയത്. ഇനിയിപ്പോ അഡ്വാൻറ്റേജ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഡിസ്അഡ്വാൻറ്റേജും കാണും അല്ലെ? എന്തെങ്കിലും പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. എന്തൊക്കെയാന്ന് നോക്കിയേ. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർവ്യൂ. എക്സ്പെൻസീവ്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്താ? ഒരു എക്സ്പെൻസീവ് ആണ് അല്ലെ? ഭയങ്കര വില പിടിച്ച, നമുക്ക് ഒത്തിരി പൈസയൊക്കെ വരും. അതിനു വേണ്ടി നമ്മൾക്ക് ഒരുപാട് സമയം ചെലവാകാം, പൈസയും വരാം. ഒന്നാമത്തെയാണ് എക്സ്പെൻസീവ് ആണ്. The biggest disadvantage of an interview is that is expensive in the terms of time and money. പൈസയുടെ കാര്യത്തില് പിന്നെ അതുപോലെ തന്നെ ടൈമിന്റെ കാര്യത്തില് ഒക്കെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്താ? ആ ഇന്റർവ്യൂവിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, അതൊരു എക്സ്പെൻസീവ് പ്രോസസ് ആണ്, ചെലവേറിയ കാര്യമാണ്. ഓക്കെ, രണ്ടാമത് നോക്കിയേ സബ്ജക്റ്റീവ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റീവ് ആണ്, അതായത് നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു വ്യക്തിയുടെ സ്വന്തം വികാരങ്ങളെയോ ഇഷ്ടങ്ങളെയൊക്കെ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ്. ഓക്കെ, സംടൈംസ് there are chances of personal biases. Personal biases എന്ന് പറഞ്ഞാൽ പക്ഷഭേദം
പക്ഷഭേദം ഉണ്ടാവാണ്. പേഴ്സണൽ ബയാസസ് ഇൻ ദ കേസ് ഓഫ് പേഴ്സണൽ ഇന്റർവ്യൂ. പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ കാര്യത്തില് ഒരു പേഴ്സണൽ ബയാസസ് പക്ഷഭേദം ഉണ്ടാവാം എന്ന് വെച്ചാൽ ഇതാ. This problem also may take place if the investigators are doing partially and are trying to lead the possible answers to the candidates. എന്താ ഇപ്പൊ എന്റെ ഫ്രണ്ട്, ഇപ്പൊ എന്റെ ക്ലാസ്സിലെ കുട്ടികൾ നിങ്ങളാണ് ഇന്റർവ്യൂവിന് വന്നെങ്കിൽ ഓൾമോസ്റ്റ് എന്താ പറയാ, എന്തായാലും നിങ്ങളോട് ഒരു ചെറിയൊരു ഇതുണ്ടാവില്ലേ, എന്റെ കുട്ടികളാണെന്ന് എനിക്കൊരു ഫീൽ ഉണ്ടാവില്ലേ. അപ്പൊ വേണമെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ലിങ്ക് ചെയ്ത് തരാൻ വേണമെങ്കിൽ ഉണ്ടോ, ഒരു പാർഷ്യാലിറ്റി കാണിക്കാൻ വേണമെങ്കിൽ മറ്റുള്ള കുട്ടികളും നിങ്ങളുമായിട്ട്, അതൊരു പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അവിടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സ് ആണ് അവിടെ ഇന്റർവ്യൂവിന് വരുന്നത്, ഞാൻ ഇന്റർവ്യൂവർ ആണെങ്കിൽ എനിക്ക് അവരോടൊരു എന്തായാലും ഒരു ഇതുണ്ടാവില്ലേ അല്ലേ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ പോസിബിൾ ആയിട്ടുള്ള അത് അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ആൻസേഴ്സ്, ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൻസേഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ അവർക്ക് ലീക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇന്റർവ്യൂ സബ്ജക്റ്റീവ് ഉണ്ടോ. ഇൻ ദ കേസ് ഓഫ് പേഴ്സണൽ ഇന്റർവ്യൂ, പ്രത്യേകിച്ച് പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ കാര്യത്തില് അത് എന്താണ്, ആ വ്യക്തിപരമായിട്ടുള്ള ചിന്തകൾക്കും കാഴ്ചപ്പാടുകൾക്കും ഒക്കെ അത് ഇമ്പോർട്ടൻസ് നൽകുന്നു. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, സബ്ജക്ട് ടു ബയാസ് ആൻഡ് പേഴ്സണൽ ട്രൈറ്റ്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. There are a chance of personal biases in the case of personal interview. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പാർഷ്യാലിറ്റി കാണിക്കാം, അവരോട് പാർഷ്യാലിറ്റി അവരോട് കാണിക്കാം. ഇപ്പൊ നമ്മുടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ലീക്ക് ചെയ്ത് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാം. മൂന്നാമത്താണ് സബ്ജക്ട് ടു ബയാസ് ആൻഡ് പേഴ്സണൽ ട്രെയ്റ്റ്. അതായത് ബയാസ് എന്ന് പറഞ്ഞ പക്ഷഭേദങ്ങള്, ട്രെയ്റ്റ് എന്ന് വെച്ചാൽ സ്വഭാവ സവിശേഷതകള്. ഇനി എന്താണ്, another disadvantage is that sometimes an interview get affected negatively by the manner in which the questions are asked by the interviewer. ഇനി ഇന്റർവ്യൂവർ ചോദിക്കുന്ന രീതി, ക്വസ്റ്റ്യൻസ് ചോദിക്കൂലേ, അതിന് ചില ഇതുണ്ടെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രീതി. പിന്നെ അടുത്ത് നോക്കിയേ, false his way of interaction, അവര് ഇന്ററാക്ട് ചെയ്യുന്ന ആ മെത്തേഡ്. ഇപ്പൊ എല്ലാവരോടും ഒരുപോലെ ആണെന്നില്ല അല്ലെ, ചിലപ്പോ ചിലരോട് എന്തെങ്കിലും ഒരു ഇത് കാണിക്കാം. അപ്പൊ അതാണ് അവരുടെ ആ ഇന്ററാക്ഷന്റെ മാർഗം. ഫോൾസ് റെക്കോർഡിങ്, അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് തെറ്റായ റെക്കോർഡിങ്. അറ്റ് ദ സെയിം ടൈം ബൈ ദ റെസ്പോണ്ടൻസ് റോങ് പെർസെപ്ഷൻ, റെസ്പോണ്ടറിന്റെ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകള്, ഡിഫക്റ്റീവ് മെമ്മറീസ്, വികലമായിട്ടുള്ള ഓർമ്മകള്, ലാക്ക് ഓഫ് എക്സ്പ്രഷൻ, അതുപോലെ തന്നെ എക്സ്പ്രഷന്റെ കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങള്. അപ്പൊ ഈ എന്നീ കാര്യങ്ങള് ഒരു ഇന്റർവ്യൂവിനെ പ്രതികൂലമായിട്ട് ബാധിക്കാം. ചിലപ്പോ നല്ല രീതിയിൽ നല്ല കാൻഡിഡേറ്റ്സ് നന്നായിട്ട് ആൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അവിടെ ഇന്റർവ്യൂവർ ആ രേഖപ്പെടുത്തുന്ന റെക്കോർഡ് ചെയ്യുന്നത് ചിലപ്പോ ചില കാര്യങ്ങൾ അതിന് മിസ്സായി പോയി, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ആ കുട്ടിക്ക് അവിടെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത കുറയും. മനസ്സിലായോ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണെന്നാ പറഞ്ഞേക്കണത്. നമ്മളോട് ചോദിക്കുന്ന രീതി ഇപ്പൊ എല്ലാവരോടും ഒരുപോലെയാണ്. ഇപ്പൊ എനിക്ക് ഫേവർ ചെയ്ത എനിക്ക് ഇഷ്ടമുള്ള ഒരാളോട് വേണമെങ്കിൽ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് വേണേൽ ചോദിക്കാം അല്ലേ. അപ്പൊ അതാണ് ആ ഇന്റർവ്യൂവർ ചോദിക്കുന്ന രീതി, അവർക്കുടെ ഇന്ററാക്ഷന്റെ വേ, പിന്നെ തെറ്റായിട്ടുള്ള റെക്കോർഡിങ്, പിന്നെ ഈ റെസ്പോണ്ടൻസിന്റെ റോങ് പെർസെപ്ഷൻ, തെറ്റായിട്ടുള്ള ധാരണ, പിന്നെ അത് വികലമായിട്ടുള്ള ഓർമ്മകള്, പിന്നെ എക്സ്പ്രഷന്റെ കുറവ്, എന്നീ കാര്യങ്ങള് ഇന്റർവ്യൂവിനെ പ്രതികൂലമായിട്ട് ബാധിക്കാം. അണ്ടർലൈൻ ചെയ്തോട്ടെ എന്തൊക്കെയാന്നുള്ളത് കേട്ടോ. ഇതെല്ലാം ഒരു നെഗറ്റീവായിട്ട് ബാധിക്കാം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ സെലക്ട് ചെയ്യാനുള്ള ആ സാധ്യത അവിടെ കുറയും. ഇനി അടുത്ത് നോക്കിയേ, ഡിഫിക്കൽട്ടി ഇൻ അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്താ, ദ റിസൾട്ട് ഓഫ് ആൻ ഇന്റർവ്യൂ ആർ വെരി ഡിഫിക്കൽട്ട് ടു ബി അനലൈസ്ഡ് ബിക്കോസ് ഓഫ് ദ സബ്ജക്റ്റീവ് നേച്ചർ ഓഫ് ദ ഇൻഫർമേഷൻ ആസ് വെൽ ആസ് ഡിസ്റ്റോർഷൻ ഇൻ ദ കമ്മ്യൂണിക്കേഷൻ. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികലത. അപ്പൊ ആ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് ഇല്ലേ,
റിസൾട്ട് ഓഫ് ദ ഇന്റർവ്യൂ അത് ചിലപ്പോ നമുക്ക് അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരാണ്. ബിക്കോസ് എന്തുകൊണ്ടാ? സബ്ജക്റ്റീവ് നേച്ചർ ഓഫ് ദ ഇൻഫർമേഷൻ. ആ ഒരു സബ്ജക്റ്റീവ് നേച്ചർ കാരണം, പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന വികലത, ഇത് മൂലം നമുക്ക് ആ ഇന്റർവ്യൂവിന്റെ ആ റിസൾട്ടില്ലേ അത് ചിലപ്പോ അനലൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് നേരിടാം. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. The result of an interview are very difficult to be analyzed because of the എന്തുമൂലം? Subjective nature of the information as well as the distortion in the communication. Communication ഉണ്ടാകുന്ന വികലത, പിന്നെ അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആ ഒരു സബ്ജക്റ്റീവ് നേച്ചർ ഇത് കാരണം നമുക്ക് അത് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് സംഭവിക്കാം. ഇനി അടുത്ത് നോക്കി, ഇൻഎഫക്റ്റീവ് ഇൻ സം ഏരിയ. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ചില ഏരിയകളിൽ അത്ര ഫലപ്രദമാകണമെന്നില്ല. ഇൻഎഫക്റ്റീവ് പ്രയോജനമില്ലാതെ വരാമെന്ന്. ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആർ ഓഫൺ ഇൻകാപ്പബിൾ ഓഫ് ഗ്യാതറിംഗ് പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. നമ്മുടെ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിന് ഇൻകാപ്പബിൾ ആണെന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തതാണെന്ന്. എന്ത്? നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ശേഖരിക്കാൻ കഴിവില്ലാത്തതാണ്. അതായത് ചില ഏരിയകളിൽ അത് എല്ലാ കാര്യങ്ങളും ശേഖരിക്കാൻ പറ്റില്ല. Such a kind of information. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? Obtained through mail questionnaires. Questionnaires വഴി. Especially there is no compulsion to undersign it. പ്രത്യേകിച്ച് അതിന് സൈൻ ചെയ്യണമെന്ന് നിർബന്ധമില്ലെങ്കിൽ ആ ക്വസ്റ്റ്യനേഴ്സിലൂടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നേടാൻ പറ്റും. പേഴ്സണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഇപ്പൊ ചിലതൊക്കെ നമ്മൾ ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് അതിൽ സൈൻ ചെയ്യണമെന്നുണ്ട് അല്ലെ. ഇതിപ്പോ കുറച്ചും കൂടി എന്താ ലിബറൽ ആയിട്ടാണെങ്കിൽ സൈൻ ചെയ്യണമെന്നൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് നമ്മൾ അവിടെ പറയും അല്ലെ. ഓപ്പൺ ആയിട്ട് പറയും. അപ്പൊ അതാണ് ഇൻഎഫക്റ്റീവ് ഇൻ സം ഏരിയാസ്. ആ പോയിന്റ്സ് നോക്കാട്ടോ. ചില ഏരിയകളിൽ ഇത് പ്രയോജനമില്ല. ഇനി അടുത്തതാണ് റെക്കോർഡിംഗ് കോംപ്ലക്സിറ്റീസ്. എന്താ? റെക്കോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. An interview has a disadvantage as it causes the problem of recording information collected from the candidates. Candidates നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്ന്. അതാണ് അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ കാൻഡിഡേറ്റ്സ് പറയുന്ന വിവരങ്ങൾ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം അല്ലെ. അപ്പൊ ആ റെക്കോർഡ് ചെയ്യുന്നതിലെ പ്രശ്നം അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അണ്ടർലൈൻ ചെയ്ത ഫസ്റ്റ് സെന്റൻസ്. ഫോർ ദിസ് പർപ്പസ് ദർ ഇസ് നോ പ്രോപ്പർ ഫെസിലിറ്റി. അതായത് കറക്റ്റ് ആയിട്ട് ആ കാൻഡിഡേറ്റ്സ് പറയുന്ന വിവരങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റി അവിടെ ഇല്ല. Nothing taken is supposed to be a distraction for both the interviewee and the interviewer as interrupts the flow of conversation. എന്താ അവിടെ ഇപ്പൊ നമ്മളെ ഇന്റർവ്യൂവില് ഇന്റർവ്യൂവറും ഇന്റർവ്യൂയിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ സംസാരത്തിന്റെ ഇടയിൽ ഒരു എന്താ തടസ്സം ഉണ്ടാവില്ലേ? ഇന്ററപ്റ്റ്സ് എന്ന് പറഞ്ഞ തടസ്സം. ആ കോൺവെർസേഷന്റെ ഫ്ലോ അതില് തടസ്സം ഉണ്ടാകാം. മനസ്സിലായോ? അതായത് നമ്മളെ ആ ഇന്റർവ്യൂവറും ഇന്റർവ്യൂവും തമ്മിൽ ആ ഇന്റർവ്യൂവിൽ സംസാരിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂവർ അത് ഓരോന്നും റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു തടസ്സം വരാൻ പാടില്ലേ? ഇല്ലേ? ഇനിയിപ്പൊ ചിലരൊക്കെ നോട്ട് എഴുതിയെടുക്കുകയാണ്. ഞാനിപ്പോ ഓൾറെഡി പറയുമ്പോ ചിലപ്പോ എന്താ പറയാ, നിങ്ങൾക്ക് അതിലൊരു എഴുതിയെടുക്കുമ്പോ എന്റെ അവിടെ ചിലപ്പോ ഫോളോ ചെയ്യാൻ പറ്റണതില്ല. അതിലൊരു ബ്രേക്കേജ് വരാം ഇല്ലേ? നോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോയാൽ മതി. ബാക്കി നിങ്ങളത് മനസ്സിലാക്കി വെച്ചാൽ മതി. വായിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? റെക്കോർഡിംഗ് കോംപ്ലക്സിറ്റി. കാൻഡിഡേറ്റ്സ് പറയുന്ന വിവരങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ട് കറക്റ്റ് ഫെസിലിറ്റി ഇല്ല. അതൊരു പ്രശ്നമാണ്, ഇന്റർവ്യൂവിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അതായത് അവരുടെ സംസാരത്തിന്റെ ഇടയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ കോൺവെർസേഷന് തടസ്സം സംഭവിക്കാം. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ, ഡിമാൻഡ്സ് സ്കിൽഡ് ഇന്റർവ്യൂവേഴ്സ്. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിൽ എന്ത് വേണം? ആർക്കെങ്കിലും പോയി ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവേഴ്സ് വേണം അല്ലെ? ഇന്റർവ്യൂ ചെയ്യാൻ അവർക്കുടെ ഡിമാൻഡ്. അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇന്റർവ്യൂ
എന്താ ഇന്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞത് നമുക്കൊരു എന്താ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് പല ഇന്റർവ്യൂവറും അതിന് വില്ലിങ് ആവില്ല. എന്നുവെച്ചാൽ അത് ഇച്ചിരി ടാസ്ക് ഉള്ള ജോലിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള അതിന് പറ്റണ ആർക്കും പോയി ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ലല്ലോ. അതിന് പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവറിന്റെ ഡിമാൻഡ് അതൊരു പ്രശ്നമാണ്, ഡിസഡ്വാൻറ്റേജ് ആണ്. An interview require a set of highly skilled interviewer. ഒരു കൂട്ടം ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവർ വേണം. ഫസ്റ്റ് അവൈലബിലിറ്റി ഈസ് ലിമിറ്റഡ്. അവർക്കിടെ ലഭ്യത കുറവാണ്. അപ്പൊ അങ്ങനെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവർ കുറവാണ്. അങ്ങനെ വരുമ്പോഴോ നമുക്ക് എന്താ പ്രോപ്പറായിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പറ്റാതെ വരും അല്ലെ. ആൻഡ് ദെൻ ടൈം ആൻഡ് കോസ്റ്റ് സ്പെൻഡ് ഓൺ ദെയർ. അപ്പൊ നമ്മളിപ്പോ അങ്ങനെ അത് കറക്റ്റ് സ്കിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവർ കുറവാകുമ്പോഴെന്താ, ആരെങ്കിലും നമ്മൾ അത് ട്രെയിൻ ചെയ്ത് എടുക്കണം അല്ലെ. അപ്പൊ അവരെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, അപ്പൊ അതിന് വേണ്ടി വരുന്ന ടൈം, ഇതൊക്കെ കൂടുതലാവാം. ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഓൾസോ ഹൈ. അതൊക്കെ കൂടുതൽ ചെലവേറിയ കാര്യമാണ്. അപ്പൊ എന്താ അവിടെ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കണേ, ഡിമാൻഡ്സ് സ്കിൽഡ് ഇന്റർവ്യൂവേഴ്സ്. ആ ഒരു ഇന്റർവ്യൂ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിന് നല്ല സ്കില്ലുള്ള ഹൈലി സ്കിൽഡ് ഇന്റർവ്യൂവേഴ്സ് വേണം. ഇനി അവരുടെ കുറവ്, അവരുടെ അവൈലബിലിറ്റി ലിമിറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, വേറെ അതിന് പറ്റിയ ആളുകളെ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് വേണം അതിലേക്ക് എത്തിക്കാനായിട്ട് അല്ലെ. ആ ഒരു ഇന്റർവ്യൂവറിന് എന്നുള്ള അതിലേക്ക് എത്തിക്കാൻ. അപ്പൊ അതിന് വേണ്ടി വരുന്ന ടൈം, കോസ്റ്റ്, ഇതൊക്കെ എന്താ കൂടുതലാകാം. അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ആ 7 പോയിന്റ്സും നിങ്ങളൊന്ന് മനസ്സിൽ ഓർക്കുക. ഇന്റർവ്യൂവിന്റെ ഒരു ദോഷങ്ങൾ, ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അതൊരു എക്സ്പെൻസീവ് പ്രോസസ് ആണ്, പിന്നെ സബ്ജക്റ്റീവ് നേച്ചർ ആണ്, പിന്നെ സബ്ജക്ട് ടു ബയാസ് ആൻഡ് പേഴ്സണൽ ട്രേറ്റ്, പിന്നെ ഡിഫിക്കൽറ്റി ഇൻ അനാലിസിസ്, അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി ചില ഏരിയകളില് 5th പോയിന്റ് ആണ്. ഓക്കെ, ഇൻഎഫക്റ്റീവ് ഇൻ സം ഏരിയാസ് എന്ന് വെച്ചാൽ എന്താ, ചില ഏരിയകളില് അത് പ്രയോജനപ്രദമല്ല. അതായത് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ, ഇപ്പൊ നമ്മൾ നേരെ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ഇല്ലേ, അത് ചിലപ്പോ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ശേഖരിക്കാനായിട്ട് കഴിയില്ല എന്ന്. ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ചിലപ്പോ നമ്മളെ ക്വസ്റ്റ്യൻസ് ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും. ചിലപ്പോ ക്വസ്റ്റ്യൻസ്, അപ്പൊ അതിന് അത്രയും ഡീറ്റെയിൽ ചിലപ്പോ അവിടെ ക്വസ്റ്റ്യൻസ് വന്നില്ല. അപ്പൊ അതാണ് ചില ഏരിയകളില്. അപ്പൊ ഈ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന അവരുടെ വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള വിവരങ്ങള് ശേഖരിക്കാൻ എന്താണ് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിന് ഇൻകാപ്പബിൾ എന്ന് പറഞ്ഞാൽ എന്താ, കഴിവില്ലാത്തതാണ്. ആ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂയിലൂടെ കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് മൊത്തം ശേഖരിക്കാൻ പറ്റില്ല, ഗ്യാദർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഏരിയ കൂടിയാണ് കളക്ട് ചെയ്യുന്നത് അവര്, ക്വസ്റ്റ്യനേഴ്സിൽ കൂടെ. ക്വസ്റ്റ്യനേഴ്സിൽ കൂടിയാണ്, ത്രൂ മെയിൽ ക്വസ്റ്റ്യനേഴ്സിൽ കൂടിയാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോ എസ്പെഷ്യലി there is no compulsion to undersign it. ചിലതൊക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് ഇതൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ സൈൻ ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്താണ് ആപ്ലിക്കേഷൻ ഫോം ഒക്കെയാണ് എഴുതിയത്, ഞാൻ പറയുന്ന കാര്യങ്ങള് സത്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് എന്റെ അറിവിലും ഇതിനും ഒക്കെ എല്ലാം കൃത്യമാണെന്ന് കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അടിയിൽ സൈൻ ചെയ്യൂലേ. അങ്ങനെ അതിൽ സൈൻ ചെയ്യാൻ നിർബന്ധമില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഓപ്പൺ ആകും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങള് നമുക്ക് മെയിൽ ക്വസ്റ്റ്യനേഴ്സിൽ നിന്ന് അങ്ങനെയുള്ള വിവരങ്ങൾ നേടാൻ പറ്റും. അതായത് ഇപ്പൊ ചില ഏരിയകളില് ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇൻഎഫക്റ്റീവ് ആണ്. മനസ്സിലായോ? കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ശേഖരിക്കാനായിട്ട് ചില ഇതില് ഇൻകാപ്പബിൾ ആണെന്ന്, ആ ഇന്റർവ്യൂ കഴിവില്ല. അപ്പൊ ചിലതിന് കുഴപ്പമില്ല, നമുക്ക് ചില ഏരിയാസിൽ, എല്ലാ ഏരിയ അല്ല. മനസ്സിലായോ? ഇപ്പൊ കാൻഡിഡേറ്റ്സിന്റെ എന്താ പറയാ, നമുക്ക് എന്തായാലും ജോലിക്ക് ക്വാളിഫിക്കേഷൻ വേണമല്ലോ, അതിന്റെയൊക്കെ ഡീറ്റെയിൽ ഫുള്ള് ശേഖരിക്കാൻ പറ്റും. പക്ഷെ പേഴ്സണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ശേഖരിക്കാനായിട്ട് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ അതിന് ഇൻകാപ്പബിൾ ആണെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് മെയിൽ ക്വസ്റ്റ്യനേഴ്സിലൂടെ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ശേഖരിക്കാൻ പറ്റും. ഇനി അടുത്തതാണ് റെക്കോർഡിംഗ് കോംപ്ലക്സിറ്റീസ്. റെക്കോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഡിമാൻഡഡ് സ്കിൽഡ് ഇന്റർവ്യൂവേഴ്സ്, സ്കിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവറിന്റെ ഡിമാൻഡുകൾ അവര് കുറവാണെങ്കിൽ, അവര് അവൈലബിലിറ്റി ലിമിറ്റഡ് ആണെങ്കിൽ നമുക്ക് എന്താ പിന്നെ അവരെ ട്രെയിൻ ചെയ്തൊക്കെ എടുക്കാൻ കുറെ കോസ്റ്റും അതുപോലെ ടൈമും ഒക്കെ ആകും. ഇനി അടുത്തതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ,
ശാരീരിക പരിശോധന അല്ലെ, മെഡിക്കൽ ചെക്കപ്പ് ശാരീരിക പരിശോധനയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ചില ജോലികൾക്ക് അതാണ് നമുക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ജോബിന് ബേസ് ചെയ്തിട്ടിരിക്കും. ചില ജോലികൾക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ മസ്റ്റ് ആണ്. ഇപ്പൊ പോലീസ് നമ്മൾ റിട്ടേൺ എക്സാം മാത്രം എഴുതിയാൽ മതിയോ? നല്ല ബ്രില്യന്റ് ആണ്, നമ്മൾ റിട്ടേൺ എക്സാമിന് ഫുൾ മാർക്ക് ഉണ്ട്, പക്ഷെ ഫിസിക്കൽ എക്സാമിനേഷൻ വേണ്ടേ? ഫിസിക്കൽ എക്സാമിനേഷൻ നിർബന്ധമല്ലേ അവിടെ? പോലീസിന്റെ ഫയർഫോഴ്സിന്റെ ഒക്കെ എന്താ, അവര് ശാരീരികമായിട്ട് ഓക്കെ ആവണം. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മളൊരു പോലീസായിട്ട് ജോലി ചെയ്യാൻ ഫിസിക്കലി അവര് ഓക്കെ ആവണം. കള്ളന്മാര് വന്നു കഴിഞ്ഞാൽ ഇടിച്ചിടാനുള്ള ആരോഗ്യം വേണ്ടേ? ടെസ്റ്റ് ഇതെല്ലാം ഇവിടെ നോക്കില്ല, ഫിസിക്കൽ ടെസ്റ്റും കൂടി അവർ പാസ്സാവണം. റിട്ടേൺ എക്സാം മാത്രം പോരാ. അതാണ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ജോബ്. ചില ജോലിനെ ബേസ് ചെയ്തിട്ട് ചില ജോലികൾക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ മസ്റ്റ് ആണ്. ഓക്കെ, there are jobs that necessitate uncommon strength, tolerance and endurance. Endurance എന്ന് പറഞ്ഞാൽ ക്ഷമ, tolerance എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത, അൺകോമൺ സ്ട്രെങ്ത് അസാധാരണമായ ശക്തി. അങ്ങനെ ചില ജോലികൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അസാധാരണമായി നല്ല ബലം വേണം. ഇപ്പൊ നമ്മൾ ലോവർ ലെവൽ എംപ്ലോയീസിനൊക്കെ നല്ല എന്താ പറയാ, ചുമട് ചുമക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല ശക്തി വേണ്ടേ? ഇപ്പൊ നമ്മൾ കുറെ എക്സാമ്പിൾസ് ഇവിടെ വരുന്നുണ്ട്, പല ടൈപ്പിനകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ പോലീസിന്റെ കാര്യം തന്നെ എടുത്താലാണെങ്കിൽ അവിടെ എന്താ പറയാ, അവർക്ക് നല്ല ശക്തി വേണം. കള്ളനെ ഇടിച്ചിടണ്ടേ, അതിനുള്ള ശക്തി വേണം. പിന്നെ അതിന്റെ ടോളറൻസ്, സഹിഷ്ണുത, ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമ. ഇങ്ങനെയൊക്കെ ചില ജോലികൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. In candidates medical or physical examination will help in examining whether or not they possess these required attributes or skill. അപ്പൊ എന്തിനാണ് ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്? എക്സാമിന് വെദർ ഓർ നോട്ട് ദേ പോസസ് അവർക്ക് ആ റിക്വയർഡ് ആവശ്യത്തിനുള്ള ആട്രിബ്യൂട്ട്സ്, ആ സ്വഭാവം അല്ലെങ്കിൽ കഴിവുകളൊക്കെ ഉണ്ടോ അല്ലെ? സ്വഭാവങ്ങള്, ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ സ്വഭാവങ്ങള്, കഴിവുകള്, ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് മെഡിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യും. മെഡിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ നോക്കാം കേട്ടോ. ആ സെന്റൻസ്, രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഇനി it highlights flaws not as a reason for dismissal. ഇതെന്താ, ഇത് ഡിസ്മിസ് ചെയ്യാനുള്ള, അവരെ മാറ്റാൻ, ഡിസ്മിസിന് ചെയ്യാനുള്ള ഒരു റീസൺ അല്ല, അതിനെയല്ല അത് എടുത്തു കാണിക്കുന്നത്. But as a helpful tool for selecting and transferring candidates as per their abilities. അവർക്കുടെ കഴിവുകൾ അനുസരിച്ച് അവരെ സെലക്ട് ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അല്ലാതെ അവരെ ഡിസ്മിസ് ചെയ്യാന്നുള്ള ഒരു ഇത് കൊണ്ട് മാത്രമല്ല, അവരെ മാറ്റി നിർത്താനുള്ള ഇത് മാത്രമല്ല, അതിന്റെ പോരായ്മകളെയല്ല അവിടെ കാണിക്കുന്നത്. പക്ഷെ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഓൾസോ ഹെൽപ്ഫുൾ ടൂൾ ഫോർ സെലക്ടിങ് ആൻഡ് ട്രാൻസ്ഫറിങ് കാൻഡിഡേറ്റ്സ് ആസ് പെർ ദ എബിലിറ്റീസ്. അവരുടെ കഴിവുകൾ അനുസരിച്ച് സെലക്ട് ചെയ്യാനായിട്ട്, അവരെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫിസിക്കൽ, ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. Helpful tool for selecting and transferring candidates as per their abilities. The physical health of the candidates is examined either by the company's physician or by medical officer appointed by the company. ആരാണ് ഇത് ഫിസിക്കൽ ഹെൽത്ത് കാൻഡിഡേറ്റ്സിന്റെ എക്സാമിൻ ചെയ്യുന്നത്? ആരാ പരിശോധിക്കുന്നത്? ആരാ? അണ്ടർലൈൻ ചെയ്തേ, കമ്പനീസ് ഫിസിഷ്യൻ, കമ്പനിയുടെ ഫിസിഷ്യനോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ, കമ്പനി അപ്പോയിന്റ് ചെയ്ത മെഡിക്കൽ ഓഫീസറിനോ എന്ത് ചെയ്യാൻ പറ്റും? ഫിസിക്കൽ ഹെൽത്ത് നോക്കാൻ പറ്റും, എക്സാമിൻ ചെയ്യാൻ പറ്റും, പരിശോധിക്കാൻ പറ്റും. കമ്പനീസ് ഫിസിഷ്യൻ ഓർ ബൈ ദ മെഡിക്കൽ ഓഫീസർ അപ്പോയിന്റഡ് ബൈ ദ കമ്പനി. The candidates go through a physical fitness test after the selection decision and before the job offer is made. കാൻഡിഡേറ്റ്സ് പല തരത്തിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലൂടെ പോകുന്നുണ്ട്. ആഫ്റ്റർ ദ സെലക്ഷൻ ഡിസിഷൻ, അതായത് നമ്മൾ ആ സെലക്ഷൻ, ആ ഡിസിഷന് ആ ശേഷവും, അതുപോലെ ജോബ് ഓഫർ കൊടുക്കുന്നതിന് മുന്നും, ബിഫോർ ദ ജോബ് ഓഫർ മെയ്ഡ്, ജോബ് ഓഫർ കൊടുത്തിട്ടല്ല ടെസ്റ്റ് ചെയ്യണത്, ജോബ് ഓഫർ കൊടുക്കുന്നതിന് മുന്നും സെലക്ഷൻ ഡിസിഷന് ശേഷവും കാൻഡിഡേറ്റ്സ് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലൂടെ പോകുന്നുണ്ട്.
Usually, the job offer is based on the condition that whether or not the applicant is physically fit. Underline ചെയ്തേ. Job offer എന്തിനെ ബേസ് ചെയ്തിരിക്കും? എന്തിനെ ബേസ് ചെയ്തിരിക്കും? ആ ആപ്ലിക്കൻസ് ഫിസിക്കലി ഫിറ്റ് ആണോ അല്ലയോ എന്നിട്ടല്ലേ ജോബ് ഓഫർ കൊടുക്കുള്ളൂ. ജോലി തരാന്ന് ആദ്യം ഓഫർ ചെയ്യൂല. ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി ആ കാൻഡിഡേറ്റ്സ് ഫിസിക്കലി ഫിറ്റ് ആണോ അല്ലയോ എന്ന് നോക്കിയിട്ടാണ് ജോബ് ഓഫർ കൊടുക്കുന്നത്. ഓക്കെ, underline ചെയ്യാട്ടോ. Job offer is based on the condition that whether or not the applicant is physically fit. The medical fitness test results are recorded in the statement and kept in the personal records of the candidates. Medical fitness test in the result ഈ നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണൽ റെക്കോർഡിൽ അത് കീപ്പ് ചെയ്യുന്നു. ഈ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കാൻഡിഡേറ്റ്സിന്റെ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തൂലേ, അത് എന്താണ് റെക്കോർഡ് ചെയ്യും. ഇവിടെ പേഴ്സണൽ റെക്കോർഡ്സ് ഓഫ് ദ കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണൽ റെക്കോർഡ്സിൽ അത് അവരെ സൂക്ഷിക്കും. As a result, physical examination is the most useful form of selection where the physical strength is of utmost importance. Utmost എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലൊരു ടൂളാണ് ഈ സെലക്ഷനിലെ ദ ഫോം ഓഫ് സെലക്ഷൻ, ഇത് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. എങ്ങനെ? ഫിസിക്കൽ സ്ട്രെങ്ത് ഈസ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അതായത് ചില ജോലികൾ ഫിസിക്കൽ സ്ട്രെങ്ത് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ജോലിയിലേക്ക് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ ഫിസിക്കൽ എക്സാമിനേഷൻ വളരെ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ പോലീസിന്റെ നമ്മൾ റിട്ടേൺ എക്സാം മാത്രം പാസ്സായി കഴിഞ്ഞാൽ പോലീസിലേക്ക് കിട്ടില്ല. അവിടെ എന്താണ്? അവിടെ ഫിസിക്കൽ എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഫിസിക്കലി ഇമ്പോർട്ടന്റ് ഫിസിക്കലി നമ്മുടെ മെന്റലി കൂടാതെ ഫിസിക്കലി സ്ട്രെങ്ത് വേണം. അതിന് ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Useful form of selection where physical strength is of utmost importance. ഇനി ഇവിടെ മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ പറയുന്നത് പല മെത്തേഡുകൾ ഉണ്ട് ഫിസിക്കൽ എക്സാമിനേഷന്. അതിനകത്ത് ഓക്കെ 4 എണ്ണമായിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട്. ഡ്രഗ് ടെസ്റ്റിംഗ് ഉണ്ട്, സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ് ഉണ്ട്, HIV ആൻഡ് AIDS ടെസ്റ്റിംഗ് ഉണ്ട്, ജെനറ്റിക് ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാ പലതരത്തിലുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ മെത്തേഡ്സ്? മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ ഏതൊക്കെയാണ്? പലതരത്തിലുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഡ്രഗ് ടെസ്റ്റിംഗ്, സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ്, HIV ആൻഡ് AIDS ടെസ്റ്റിംഗ്, ജെനറ്റിക് ടെസ്റ്റിംഗ്. ക്ലിയർ ആയോ? മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഇനി ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ. ഒന്നാമത്തെയാണ് ഡ്രഗ് ടെസ്റ്റിംഗ്. ഡ്രഗ് ടെസ്റ്റിംഗ് എന്താണ്? ഡ്രഗ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വെറുതെ ഒരു കമ്പനിയിലേക്ക് ഒരു കാൻഡിഡേറ്റ്സ് ഒരു എംപ്ലോയിനെ നമുക്ക് എടുക്കാൻ പറ്റുമോ? അപ്പൊ അവര് ഫിസിക്കൽ എക്സാമിനേഷനിൽ വരുന്നതാണ് ഒരു സെക്ഷനാണ് ഡ്രഗ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ എംപ്ലോയിക്ക് എന്താ പറയാ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണോ, ലഹരികള് മയക്കുമരുന്നുകള് ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണോ എന്നുള്ളത് ആ ജോലിക്ക് എടുക്കുന്നതിനേക്കായി മുന്നേ ടെസ്റ്റ് ചെയ്യണം. ഇതാണ് ഡ്രഗ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, pre-employment drug testing is the most common type of testing program. ആ ജോലിക്ക് മുന്നേ pre-employment drug testing, ജോലി കൊടുത്തതിന് ശേഷം നടത്തിയിട്ട് കാര്യമില്ല അല്ലെ. ആ തൊഴിലിന് മുന്നേ, ആ ജോലി അവർക്ക് കൊടുക്കുന്നതിന് മുന്നേ ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തണം. For human resource and safety practitioners, drug testing has become a critical workplace safety problem. Underline ചെയ്തിട്ടേ. ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് സേഫ്റ്റി പ്രാക്ടീഷണർ ഡ്രഗ് ടെസ്റ്റിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് പറയേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ. അതായത് ഇപ്പോൾ വല്ല മയക്കുമരുന്നൊക്കെ കഴിച്ചിട്ട് അവര് ജോലിക്ക് കയറുകയാണെങ്കിൽ അവരിപ്പോ നോർമൽ ഇതിലല്ല ചെയ്യണേ, ജോലി ചെയ്യണേ അല്ലെ. അപ്പൊ അവിടെ എന്തെങ്കിലും അപകടങ്ങൾ വരാൻ സാധ്യതയില്ലേ? അപ്പൊ നമ്മൾ എന്തിനാ ശരിക്കും ചെയ്തേ? ജോലി സ്ഥലത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അല്ലെ. അപ്പൊ ക്രിട്ടിക്കൽ വർക്ക് പ്ലേസ് സേഫ്റ്റി പ്രോബ്ലംസ്, നമ്മുടെ ആ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന ആ സുരക്ഷാ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അവര് അപ്പൊ ആ ഒരു ഇതിലുള്ള ആളുകളാണെങ്കിൽ അവര് വർക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പല അപകടങ്ങളൊക്കെ വരാം. അപ്പൊ അവിടുത്തെ സേഫ്റ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്.
the vast majority of Fortune 500 corporations put drug testing as one of their methods of physical examination. Fortune 500 corporations companiകൾ ഡ്രഗ് ടെസ്റ്റിംഗ് അവരുടെ ഫിസിക്കൽ എക്സാമിനേഷന്റെ ഒരു നല്ലൊരു വൺ ഓഫ് ദെയർ മെത്തേഡ്സ് ഫിസിക്കൽ എക്സാമിനേഷന്റെ ഒരു നല്ലൊരു മെത്തേഡായിട്ട് ഈ ഡ്രഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് പറയുന്നുണ്ട് എന്ന്. The reducing the negative effect of the substance addiction in workplace is the main objective of drug testing. Underline ചെയ്തിട്ടെ, എന്താ ആ ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന നെഗറ്റീവ് എഫക്റ്റുകള് അല്ലെ. ഇപ്പൊ നമ്മളൊരു ലഹരി അടിച്ചിട്ട് വന്ന ആള് ജോലി ചെയ്യുമ്പോൾ അവിടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റൂല എന്തായാലും അവർക്ക് അല്ലെ. അപ്പൊ അവിടെ ഒരു നെഗറ്റീവ് ആയിരിക്കും അവിടെ വരുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യണം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചെയ്തു വന്നത്. അപ്പൊ അങ്ങനെ ആ നെഗറ്റീവ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്ത് കുറയ്ക്കുന്നതിന് ഇതിനാൽ സബ്സ്റ്റൻസ് അഡിക്ഷൻ ഇൻ വർക്ക് പ്ലേസ് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഡ്രഗ് ടെസ്റ്റിംഗ്. ഡ്രഗ് ടെസ്റ്റിന്റെ എന്താണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? എന്താ? ജോലി സ്ഥലത്ത് നമ്മൾ ഈ ഡ്രഗ്സിന്റെ അഡിക്ഷൻ, ഈ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത്, അപ്പൊ അതിന്റെ ഈ നെഗറ്റീവ് എഫക്റ്റ് പ്രതികൂല ഫലങ്ങള് കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഡ്രഗ് ടെസ്റ്റിംഗിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കിട്ടിയോ? മനസ്സിലായോ? ഡ്രഗ്സ് ഒക്കെ കഴിച്ചോണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ജോലിക്ക് കയറി കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ട് ബാധിക്കും ജോലിനെ. അപ്പൊ അത് കുറയ്ക്കുക, നെഗറ്റീവ് എഫക്റ്റ് കുറയ്ക്കുക. എങ്ങനെ? ജോലി സ്ഥലത്ത് ആ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ നെഗറ്റീവ് എഫക്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ ഒബ്ജക്റ്റീവ് ഡ്രഗ് ടെസ്റ്റിംഗിന്റെ. നെഗറ്റീവ് എഫക്റ്റ് ക്യാൻ ബി ഇൻ ദ ഫോംസ് ഓഫ്, അപ്പൊ നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്ന എന്തിന്റെ രീതിയിലൊക്കെ ആവാം? ആബ്സെന്റിസം, അവർ ചിലപ്പോൾ ജോലിക്ക് കറക്റ്റ് ആയിട്ട് വരാതിരിക്കാം അല്ലെ. ഒരു ദിവസം വന്നു, 2 ദിവസം വേണമെങ്കിൽ വരില്ല, അപ്പൊ അവര് ഹാജരാകാതിരിക്കുന്നു. ആബ്സെന്റിസം. ടാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? കാലതാമസം വരിക, ഓരോന്ന് ചെയ്യാനുള്ള താമസം. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ അവര് 2 ദിവസം വന്നിട്ട് ഇനി വന്നില്ല എന്ന് പറഞ്ഞു പോകാം. ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു എന്താ പറയാ ഒരു മനോഭാവം, അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങള്. ഫ്രോഡ്, എന്തെങ്കിലും കള്ളത്തരോ വഞ്ചനയൊക്കെ കാണിക്കാം, ഫ്രോഡ് തട്ടിപ്പൊക്കെ കാണിക്കാം. ലോവർ പ്രൊഡക്ടിവിറ്റി കുറവ്. ക്രൈം, എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടത്താം. ആൻഡ് വയലൻസ്, അക്രമം. ഇനി മറ്റുള്ള എംപ്ലോയീസും ഒക്കെ ആയിട്ട് ചിലപ്പോ എല്ലാ അടിപിടിക്കോ ഇതിനൊക്കെ കാരണമാകാം. അപ്പൊ അതെല്ലാനും ഈ എന്താ പറയാ ഒരു നെഗറ്റീവ് എഫക്റ്റാ പറയുന്നത് കേട്ടോ. ഡ്രഗ് അഡിക്ഷന്റെ ഒരു നെഗറ്റീവ് എഫക്റ്റുകളാണ് പറയുന്നത്. ഏതിന്റെ രീതിയിലൊക്കെ കാണാം? ആബ്സെന്റിസം, ടാർഡ്നെസ്, ടേൺ ഓവർ, ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ്, ഫ്രോഡ്, ലോവർ പ്രൊഡക്ടിവിറ്റി, ക്രൈം ആൻഡ് വയലൻസ്. ആ സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. അതിനകത്ത് നല്ല പറഞ്ഞു ആ മെയിൻ ഒബ്ജക്റ്റീവ് അണ്ടർലൈൻ ചെയ്യണം. ലാസ്റ്റത്തെ സെന്റൻസ് നെഗറ്റീവ് ഇഫക്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. ക്ലിയർ ആണോ? 2 സെന്റൻസ് അവിടെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചത്. പിന്നെ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. For human resource and safety practitioner, drug testing has become a critical workplace safety problems. ജോലി സ്ഥലത്തെ സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി അടുത്ത നോക്കിയേ, employees are aware that the ability of the person to perform the job effectively and efficiently gets reduced with the use of illegal drugs. അപ്പൊ എംപ്ലോയർ അവെയർ ആയിരിക്കണം. എന്തിനെ കുറിച്ച് അവെയർ ആയിരിക്കണം? ഈ എന്താ പറയാ ഇല്ലീഗൽ ഡ്രഗ്സ്, നിയമവിരുദ്ധമായിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളില്ലേ, അവരുടെ ജോലി ഫലപ്രദമായും കാര്യക്ഷമമായും ചെയ്യുന്നത് കുറയും അല്ലെ. ആ പെർഫോമൻസ് അവർക്കൂടെ കുറയും. To perform a job effectively and efficiently gets reduced. നല്ല രീതിയിൽ ഫലപ്രദമായും കാര്യക്ഷമമായും ജോലി ചെയ്യുന്നത് കുറയും. ആ പേഴ്സന്റെ എബിലിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എംപ്ലോയർ അവിടെ അവെയർ ആയിരിക്കണം. ഇപ്പൊ നമ്മുടെ നോർമൽ ഒരാൾ വർക്ക് ചെയ്യുന്ന പോലെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആള് വർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അവരുടെ ജോലിയുടെ കാര്യക്ഷമത, ഫലപ്രാപ്തി ഒക്കെ കുറയും.
ആ ഇല്ലീഗൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവര് ആ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അത് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല എന്നുള്ളത് ആര് മനസ്സിലാക്കണം? എംപ്ലോയർ അതിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. Employers will be responsible in situation where the drug abusing employee cause harm to others or company's property. Underline ചെയ്തേ. എംപ്ലോയർ എന്ന ഉത്തരവാദിത്തം ആരാണ് ഉത്തരവാദിത്തം പറയണ്ടേ? എംപ്ലോയർ അതിന് ഉത്തരവാദിത്തം പറയണം. ഇൻ സിറ്റുവേഷൻ വേർ ദ ഡ്രഗ് അബ്യൂസിംഗ് എംപ്ലോയി, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന എംപ്ലോയീസ് ഇല്ലേ, അവര് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കിയാല്, കമ്പനിയുടെ പ്രോപ്പർട്ടീസിന് എന്തെങ്കിലും നഷ്ടം വരുത്തിയാല്, എന്തെങ്കിലുമൊക്കെ എന്താ പറയാ അടിച്ചു തകർക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാല് ഉത്തരവാദിത്തമുണ്ട്? എംപ്ലോയറിനാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. അവരെന്തെങ്കിലും മറ്റുള്ള വർക്കേഴ്സിനോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോപ്പർട്ടിക്കോ എന്തെങ്കിലും നാശമൊക്കെ വരുത്തുകയാണെങ്കിൽ എംപ്ലോയർ അതിന് ഉത്തരവാദിത്തം ഉള്ളവരായിരിക്കും. എംപ്ലോയർ വേണം അതിന് ഉത്തരവാദിത്തം പറയാൻ. Many employers demand that job candidates undergo drug testing. മിക്ക എംപ്ലോയേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡ്രഗ് ടെസ്റ്റിംഗ് ചെയ്യണം എന്നുള്ളത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ തലയിൽ ഇരിക്കൂലേ കുറ്റം, അല്ലേ? ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തി ഓക്കെ ആയിട്ടുള്ളവരെ മാത്രം സെലക്ട് ചെയ്ത പ്രശ്നമില്ല. അല്ലെങ്കിൽ ഉത്തരവാദിത്തം ആര് പറയണം? എംപ്ലോയർ പറയണം. അപ്പൊ മിക്ക എംപ്ലോയറും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ജോബ് കാൻഡിഡേറ്റ്സ് അണ്ടർഗോ ഡ്രഗ് ടെസ്റ്റ് വിധേയരാകണം എന്നുള്ളത് അവര് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. എംപ്ലോയേഴ്സ് ഹാവ് ദ ഓപ്ഷൻ ടു റിജക്ട് ദ കാൻഡിഡേറ്റ്സ് ഫോർ റിഫ്യൂസ് ദ അണ്ടർഗോ ഡ്രഗ് ടെസ്റ്റിംഗ്. ഇനി ചില കാൻഡിഡേറ്റ്സേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ടെസ്റ്റ് ചെയ്യൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് റിജക്ട് ചെയ്യാനുള്ള ഓപ്ഷന് മാർക്കുണ്ട്, എംപ്ലോയറിനുണ്ട്. അവരതിന് സമ്മതിച്ചില്ലെങ്കിൽ വേണ്ടെന്നേ അവരെ അവിടുന്ന് മാറ്റും. മനസ്സിലായോ? എംപ്ലോയേഴ്സ് ഹാവ് ദ ഓപ്ഷൻ ടു റിജക്ട് കാൻഡിഡേറ്റ്സ് ഹു റിഫ്യൂസ് ടു അണ്ടർഗോ ഡ്രഗ് ടെസ്റ്റ്. ഡ്രഗ് ടെസ്റ്റ് നിരസിക്കുന്ന കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാനുള്ള ഓപ്ഷനും എംപ്ലോയർ എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയറിന് ആ ഒരു ഇതുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഡ്രഗ് ടെസ്റ്റിംഗ് എന്താന്നുള്ളത് ഐഡിയ കിട്ടിയില്ലേ? ഇനി ഒന്ന് വായിച്ചും കൂടി നോക്കണം കേട്ടോ. പിന്നെ അടുത്തതാണ് സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ്. രണ്ടാമത്തെയാണ് സ്ട്രെങ്ത് നോക്കുക അവരുടെ. അതുപോലെ ഫിറ്റ് ആണോ, ആ ജോലിക്ക് അവന് ഓക്കെ ആണോ, അവർക്ക് ശാരീരികമായിട്ടൊക്കെ അവർ ആ ജോലിക്ക് ഓക്കെ ആണോ എന്നുള്ളത് നോക്കും. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ എംപ്ലോയർ ടു എക്സാമിൻ ദ സ്ട്രെങ്ത് ഓർ ഫിറ്റ്നസ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഫോർ എ ഫിസിക്കലി ഡിമാൻഡിങ് ജോബ്. ഏത് ജോലിക്കാ? ശാരീരികമായി ഇത് വേണ്ട ജോലിക്ക്, ഫിസിക്കലി ഡിമാൻഡിങ് ജോബിന് എന്തായാലും സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തണം. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മള് നല്ല ലോഡ് എടുക്കേണ്ട ഒരു ജോലിയിലേക്ക് എല്ലിച്ച് പോലെ ഇരിക്കുന്ന ഒരാരോഗ്യമില്ലാത്ത ഒരാളെ കൊണ്ടുവന്നിടാൻ പറ്റുമോ? ഇല്ല, അല്ലേ? അപ്പൊ അതാണ് ഫിസിക്കലി ഡിമാൻഡിങ് ജോബിന് എന്ത് വേണം? സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് പരിശോധിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അണ്ടർലൈൻ ചെയ്തേ ഫസ്റ്റ് സെന്റൻസ്. നമ്മൾ ആ ഡ്രഗ് ടെസ്റ്റിന്റെ ലാസ്റ്റ് സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അവിടെ ലാസ്റ്റ് സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തു. സെക്കൻഡ് ലാസ്റ്റ് സെന്റൻസ് ലാസ്റ്റ്. എംപ്ലോയർ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പിന്നെ എംപ്ലോയറിന് ഓപ്ഷൻ റിജക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു അവിടെ. ഇനി അപ്പൊ നമ്മൾ എന്താണ് ഫിസിക്കലി ഡിമാൻഡിങ് ജോബിന് കാൻഡിഡേറ്റ്സ് ഫിറ്റ് ആണോ, കാൻഡിഡേറ്റ്സ് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ളത് എക്സാമിൻ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഓൾമോസ്റ്റ് ഓൾ ദ പോലീസ് ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ് കണ്ടക്ട് ഫിറ്റ്നസ് ടെസ്റ്റ് ഫോർ ദർ കാൻഡിഡേറ്റ്സ്. അല്ലേ? പോലീസിലേക്ക് ജോലി കിട്ടണമെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവര് നിർബന്ധമായിട്ടും ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഈ നമുക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് അവര് എന്തായാലും നിർബന്ധമാണ് അവർക്ക് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട്. ഫോർ സ്റ്റീൽ വർക്കേഴ്സ്, ഇരുമ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഇതൊക്കെ ജോലി ചെയ്യുന്ന ആളുകളില്ലേ. പിന്നെ അണ്ടർ വാട്ടർ ഡിമോളിഷൻ ഡൈവേഴ്സ്, ഈ എന്താ പറയാ വെള്ളത്തിനടിയിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിക്കുന്ന, അതിനെ നിർവീര്യമാക്കുന്ന അങ്ങനെയുള്ള ഡൈവേഴ്സ് അവര് ആ ഒരു ജോലിക്ക്. ടെലിഫോൺ ആൻഡ് ഔട്ട്ഡോർ ക്രാഫ്റ്റ് വർക്കേഴ്സ്, ഇവരൊക്കെ എന്താ സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് ആർ പോസിറ്റീവ്ലി ലിങ്ക്ഡ് ടു ഗുഡ് ട്രെയിനിങ് കംപ്ലീഷൻ. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ഇങ്ങനെയുള്ള ജോലികൾക്കൊക്കെ നല്ല ട്രെയിനിങ്, നമ്മൾ അത് നല്ലൊരു ട്രെയിനിങ് പൂർത്തിയാക്കിയത് അത് പോസിറ്റീവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഇവര് പോസിറ്റീവ്ലി ഫിറ്റ് ആണ്,
ഫിറ്റ്നസ് ആർ പോസിറ്റീവ്ലി ലിങ്ക്ഡ്. പോസിറ്റീവ് ആണ്, അവർ ഓക്കെ ആണെന്നുള്ളത് എന്താ കാണിക്കുന്നത്? ഗുഡ് ട്രെയിനിങ് കംപ്ലീഷൻ, നല്ല ട്രെയിനിങ് പൂർത്തീകരിച്ചതിനെയാണ് എന്ന് കാണിക്കുന്നത്. ആൻഡ് നെഗറ്റീവ്ലി എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്യുന്നു ഒക്യുറൻസ് ഓഫ് ലോവർ ബാക്ക് ഇഞ്ചുറീസ്, കുറഞ്ഞ പുറം പരിക്കുകള്, അത് നെഗറ്റീവ്ലി അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. പോസിറ്റീവ്ലി നല്ല ട്രെയിനിങ് കംപ്ലീറ്റ് ആയി, ഗുഡ് ട്രെയിനിങ് കംപ്ലീഷനെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ജോലികൾക്കൊക്കെ നമ്മൾ ഈ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് നോക്കണം. ഇവിടെ അതിന് 2 എക്സാമ്പിളുകളോട് പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിളിൽ നിന്നൊന്നും എക്സാമിന് ചോദിക്കാറില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. The studies have indicated that a person maximum oxygen uptake, aerobic power ഒക്കെ ആയിരിക്കണം, should at least 2.5 times the amount needed on a continuous basis over an 8-hour shift. അതായത് ഒരു വ്യക്തിയുടെ പരമാവധി ഓക്സിജൻ എയറോബിക് പവർ, ഓക്സിജൻ അപ്ടേക്ക് അല്ലെങ്കിൽ എയറോബിക് പവർ എന്ന് പറയുന്നത് 8 മണിക്കൂർ ഷിഫ്റ്റില് തുടർച്ചയായി ആവശ്യമായതിനേക്കാൾ 2.5 ടൈംസ് 2.5 മടങ്ങ് ആയിരിക്കണം എന്നാണ് പഠനങ്ങൾ അവിടെ പറയുന്നത്. As a result, the person's ability to perform challenging job for a short period of time does not inherently imply that they are fit to perform the same job all the day. ശരിയല്ലേ? നമ്മളിപ്പോ പറയാണ് കുറഞ്ഞ സമയത്തേക്ക് നല്ലൊരു ചലഞ്ചിങ് ജോബ്, നല്ലൊരു ചലഞ്ച് ജോബ് കുറച്ച് സമയത്തേക്ക് നമ്മൾക്ക് തന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ചെയ്യാനുള്ള കഴിവ്, അപ്പൊ കുറച്ച് സമയമുള്ളൂ കേട്ടോ, ഇപ്പൊ 1 മണിക്കൂറത്തേക്ക് അത് 2 മണിക്കൂറത്തേക്ക് ആ ചലഞ്ചിങ് ജോലി ചെയ്യാനുള്ള കഴിവ്, അതിനെ നമുക്ക് ആ ഒരു ദിവസം മുഴുവനും ഒരേ ജോലി ചെയ്യാൻ അവര് ഓക്കെ ആണെന്ന് അർത്ഥമാക്കുന്നില്ല. ആ 2 മണിക്കൂർ ആ കുറച്ച് സമയത്ത് ഓക്കെ ആയിരിക്കാം, പക്ഷെ അയാൾ ആ 2 മണിക്കൂർ അത് ഓക്കെ ആണെന്ന് കരുതി അവര് ദിവസം മുഴുവനും ആ ജോലി ചെയ്യാൻ അവരതിന് ഫിറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. It is possible to assume a series of valid physical tests. Assemble a series of valid physical tests. The technique is based on the detailed job analysis followed by the development of accurate stimulation of the job activities. A firefighter example ആണ് പറയുന്നത്. ഒരു ജോലിയിലെ ഡീറ്റെയിൽ വിശകലനം ചെയ്തിട്ട് അതിനുള്ള എന്താ പറയാ അതിനനുസരിച്ചുള്ള ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കണം നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്യേണ്ടത്. അവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒരു ഫയർ ഫൈറ്റർ would have a 175 pounds person down flight of the stairs. അതായത് ഒരു ഫയർ ഫൈറ്ററിനെ ചിലപ്പോ 175 പൗണ്ട് ഭാരമുള്ള ഒരാളെ ഒരു പടിക്കെട്ടിലൂടെ വലിച്ചെരിച്ച് ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരാം. കോപ്പ് എന്ന് പറഞ്ഞാൽ പോലീസിനാണ് കേട്ടോ. Might have a run mile faster than offender he or she is chasing while wearing 10 pounds of gear and body armor. ഇനി അതുപോലെ ഒരു പോലീസിനാണെങ്കിലേ ഒരു 10 പൗണ്ട് ഗിയറും ബോഡി കവചവും ധരിച്ച് ഒരു കുറ്റവാളിനെ പിന്തുടരുന്നതിനേക്കാൾ അവരെ 1 മൈൽ വേഗത്തിൽ ഓടേണ്ടി വരാം. കള്ളന്റെ പുറകെ പോയിട്ട് കാര്യമുണ്ടോ? കള്ളം പോണതിന്റെ പുറകെ ഓടിയിട്ട് കാര്യമുണ്ടോ? അയാളെ പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരെക്കാളും ഫാസ്റ്റർ ആയിട്ട് ഓടാൻ പറ്റണം. എന്നാലല്ലേ നമുക്ക് ആ ഒരു തീഫിനെ പിടിക്കാൻ പറ്റുള്ളൂ. പോലീസിന് കോപ്പ് എന്ന് പറഞ്ഞ പോലീസിന് തന്നെയാ കേട്ടോ. അപ്പൊ എന്താണ് ആ ഒരു കള്ളനെ ഒഫൻഡർ അല്ലെ, അവന്റെ പ്രതിയോഗി ഓടുന്നതിനേക്കാളും സ്പീഡിൽ ഓടിയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ചില ജോലികൾക്ക് എന്താണ് സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? ഇപ്പൊ റിട്ടേൺ ടെസ്റ്റ് മാത്രം അതാ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ജോബ്, ജോലിനെ ബേസ് ചെയ്തിരിക്കും. അതാ പറഞ്ഞ എല്ലാ ജോലിക്കും സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് വേണമെന്നില്ല. അപ്പൊ അവര് റിട്ടേൺ എക്സാം ഓൾറെഡി പാസ്സായി ഫുൾ ഔട്ട് ഓഫ് 100 തന്നെയുണ്ട്, ഔട്ട് ഓഫ് 100ൽ 100 തന്നെയുണ്ടെന്ന് വിചാരിക്കുക. ഫുൾ മാർക്ക് അവരെ സ്കോർ ചെയ്തു. ഇന്റലിജന്റ് ബുദ്ധിപരമായിട്ട് അവർ ഓക്കെയാണ്, പക്ഷെ അവര് ആ ജോലി ചെയ്യണമെങ്കിൽ എന്തുകൂടി വേണം? സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് കൂടി വേണം. ഫിറ്റാവണ്ടേ? ഓക്കെ. It is also possible to use a proactive method for evaluating validation, objective measurement of heart rate, oxygen uptake, and other health metrics among current employee can be included in the process. That a proactive method for evaluation of evaluating validation എന്ന് പറയുന്നത്. അപ്പൊ അതായത് നമ്മുടെ ഹാർട്ട് റേറ്റ്, ഓക്സിജൻ അപ്ടേക്ക്,
ഹെൽത്ത് മെട്രിക്സ്, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്ത് മെട്രിക്സ്, ഇതൊക്കെ നിലവിലുള്ള എംപ്ലോയീസിന്റെ ഇതെല്ലാം ഈ ഒരു പ്രോസസ്സിൽ എന്താണ് ഈ ഹെൽത്ത് ഫിറ്റ്നസ്, സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ്, അതില് ആ ഒരു പ്രോസസ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് നോക്കും. This knowledge should be or the basis for selecting the test for endurance, flexibility, strength, and aerobic ability, as well as to determine cut-off points. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, അതായത് ഇവിടെ the knowledge, അപ്പൊ ഈ ഇതിനെ കുറിച്ചുള്ള നോളേജ് എന്താണ് ഫോം ദ ബേസിസ് ഫോർ ദ സെലക്ടിങ് ടെസ്റ്റ് ഓഫ് എൻഡ്യൂറൻസ്. എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത, ഫ്ലെക്സിബിലിറ്റി വഴക്കം, സ്ട്രെങ്ത് ശക്തി, ആൻഡ് എയറോബിക് എബിലിറ്റി, ആസ് വെൽ ആസ് ഡിറ്റർമിൻ കട്ട് ഓഫ് പോയിന്റ്സ്. അപ്പൊ അതിനനുസരിച്ചാണ് ആ കട്ട് ഓഫ് പോയിന്റ്സ് നമ്മൾ കൊടുക്കണേല്. അതായത് ഇപ്പൊ മെയിൽസിന്റെ കാര്യത്തിലും ഫീമെയിൽസിന്റെ കാര്യത്തിലും അവിടെ കട്ട് ഓഫ് പോയിന്റിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ മെയിൽസിന്റെ അതേ ഇത് തന്നെ ഇപ്പൊ പോലീസിലേക്ക് തന്നെയാണെങ്കിൽ ഇപ്പൊ ചെസ്റ്റിന്റെ ഇത് പറയും, ആ മെയിൽസിന്റെ അത്രയും തന്നെ ഫീമെയിൽസിന് വരുമോ? അവിടെ അവർക്ക് കട്ട് ഓഫ് പോയിന്റ് കുറവായിരിക്കും അല്ലെ? അത്രയും ഇത് വരുമോ? ഫീമെയിൽസിന്റെ കാര്യത്തില് അവിടെ കട്ട് ഓഫ് പോയിന്റ് അവിടെ കുറവായിരിക്കും. അപ്പൊ അതേ ഇത് തന്നെ നമുക്ക് ഫീമെയിലിന്റെ കാര്യത്തിൽ നമുക്ക് അവിടെ പറയാൻ പറ്റില്ല എന്ന്. അപ്പൊ നോക്കിയേ, therefore the employer should carefully establish and determine the validity and cut-off scores of the test. അപ്പൊ അതുകൊണ്ട് എംപ്ലോയർ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധിച്ച് തന്നെ അത് സ്ഥാപിക്കണം. എത്രയാണ് കട്ട് ഓഫ് സ്കോർ കൊടുക്കേണ്ടത്, വാലിഡിറ്റി, ഇതെല്ലാം എന്ത് ചെയ്യാൻ ഡിറ്റർമിൻ ചെയ്യണം. scores, cut-off scores of validity and cut-off scores of the test. അതായത് ഫീമെയിലിന്റെ കാര്യത്തിലാകുമ്പോൾ അവിടെ കട്ട് ഓഫ് പോയിന്റ് കുറവാണ് ഉണ്ടോ? അപ്പൊ അതായത് ഇപ്പൊ ഇതിപ്പോ നമ്മള് എന്താ പറയാ, ഈ മെയിൽസിന് കൊടുക്കുന്ന ആ കണ്ടീഷൻസ് അത്രയും ഇത് തന്നെ ഫീമെയിൽസിന് അവിടെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ അത് വാലിഡിറ്റി ഇല്ല അല്ലേ? അതിനൊരു ഇതുണ്ടാവില്ലേ? കട്ട് ഓഫ് പോയിന്റ് അവിടെ ഫീമെയിൽസിന്റെ കാര്യത്തിലായിരിക്കും കുറവായിരിക്കും. മനസ്സിലായോ എന്താ അവിടെ ഉദ്ദേശിക്കണേന്ന്? അപ്പൊ അതുകൊണ്ട് തന്നെ എംപ്ലോയർ വളരെ ശ്രദ്ധിച്ച് ആ ടെസ്റ്റിന്റെ വാലിഡിറ്റി, കട്ട് ഓഫ് സ്കോർ ഇതെല്ലാം നിർണ്ണയിക്കണം. അതാണ് രണ്ടും വ്യത്യാസമുണ്ട്. മെയിൽസിന് കൊടുക്കണം അത്രയും ഫീമെയിൽസിന് ഇതായി കഴിഞ്ഞാൽ ടെസ്റ്റിന് വാലിഡിറ്റി ഇല്ല. അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതിൽ നിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല, കുറച്ച് എക്സാമ്പിളുകൾ അവിടെ പറഞ്ഞു എന്നുള്ളൂ. എന്തായാലും നമ്മൾ ചില ചോദ്യങ്ങൾക്ക് സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി മൂന്നാമത്തെയാണ് HIV ആൻഡ് എയ്ഡ്സ് ടെസ്റ്റിംഗ്. HIV ആൻഡ് എയ്ഡ്സ് ടെസ്റ്റിംഗ്. ഓക്കെ, due care is being taken by employer of recruiting candidates having AIDS. AIDS. അപ്പൊ നമ്മൾ കൂടുതൽ ഡ്യൂ കെയർ എന്ന് പറഞ്ഞാൽ എന്താ, വേണ്ടത്ര നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എംപ്ലോയർ recruiting candidates having AIDS. AIDS candidatesന് AIDS ഉള്ള candidatesനെ നമ്മൾ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുന്നതിൽ എംപ്ലോയർ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, the Canadian Current Human Rights Commission CHRC, അതൊന്ന് എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോക്കി വെച്ചോട്ടോ. Canadian Current Human Rights Commission policy states that the commission would not consider. ഇവിടെ എന്താ പറയുന്നേ? ഈ Canadian Current Human Rights Commission policy എന്താ പറയുന്നതെന്ന് നോക്കിയാ ചോദിച്ചാൽ ഈ കമ്മീഷൻ കൺസിഡർ ചെയ്യുന്നില്ല എന്നാ പറഞ്ഞ. നോട്ട് കൺസിഡർ being HIV and AIDS free as a bona fide occupational necessity. അതൊന്ന് നോക്കിയോട്ടോ. BFOR, bona fide occupational necessity requirement. R എന്നുള്ളത് requirement, REQUIREMENT, bona fide occupational necessity requirements, or bona fide justification
BFJ unless it can be proved that being free from AIDS, HIV is essential for an effective, productive and consistent performance of the job or to receive programs or service. ഇത് സെന്റൻസ് ഇത്തിരി വലുതാണെന്നുള്ളൂ, പറയുന്നേക്കുന്ന കാര്യം സിമ്പിൾ ആണ്. അതായത് ഒരു ജോലിയുടെ അതിന്റെ പ്രൊഡക്ടിവിറ്റി, അതിന്റെ ഉൽപാദനക്ഷമത, അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള ഒരു പെർഫോമൻസ്, അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഓർ സർവീസസ്, അങ്ങനെ അതിന്റെ ആ സേവനങ്ങളോ ലഭിക്കുന്നതിന് HIV ആ എംപ്ലോയി, ആ കാൻഡിഡേറ്റ്സ് HIV അല്ലെങ്കിൽ എയ്ഡ്സ് ഫ്രീ ആവണം എന്നുള്ളത് ആ കമ്മീഷൻ അത് കൺസിഡർ ചെയ്യുന്നില്ല. HIV മുക്തമായിരിക്കണം, എയ്ഡ്സ് മുക്തമായിരിക്കണം എന്നുള്ളത് അവര് എന്താ പറയാ, കമ്മീഷൻ അത് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു എന്താ പറയാ, ഇപ്പൊ എയ്ഡ്സ് ഫ്രീ ആയിരിക്കണം, ആ ഒരു ഇതിനോട് ഈ കനേഡിയൻ കറന്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ പോളിസി പറയുന്നത് ആ കമ്മീഷൻ എന്താണ് അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. HIV ഫ്രീ ആണോ എന്നുള്ളത് അവർ കൺസിഡർ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാ? ഒരു യഥാർത്ഥമായ ന്യായീകരണമായിട്ടോ കമ്മീഷൻ പരിഗണിക്കപ്പെടുന്നില്ല. അതിന് HIV ഫ്രീ ആണോ എന്നുള്ളത് അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതെന്താന്ന് ഇത് താഴെ പറയേണ്ടത് നോക്കിയേ. ആൻഡ് the Canadian Medical Association does not support HIV AIDS testing. Canadian Medical Association അവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല, HIV അല്ലെങ്കിൽ AIDS ടെസ്റ്റിങ്ങിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? According to them, this testing should only be performed in the situation where such medical condition may impact their job performance of the candidates. എന്താ ഈ Canadian Medical Association ഒന്നും ഈ HIV AIDS ടെസ്റ്റിങ്ങിനെ അവരത് എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? ആ HIV ഉള്ള കാൻഡിഡേറ്റ്സ് ഇപ്പൊ നോർമലായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, അവര് നോർമലായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി എപ്പോ മാത്രമാണ് അവര് പറയുന്നുള്ളൂ, ഈ ടെസ്റ്റിംഗ് എപ്പോ മാത്രം അവര് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ? only the performed in the situation where such medical condition impact the job performance of the candidate. ആ ജോലിയിലെ ബാധിച്ചേക്കാവുന്ന സാഹചര്യത്തിൽ മാത്രമേ ഈ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. മനസ്സിലായോ? ആ ഒരു ജോലിനെ ഇപ്പൊ അവര് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ആ HIV ടെസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അയാൾ ഓക്കെയാണ്, നോർമലായിട്ട് നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രശ്നമില്ല. ഇനി എപ്പോ മാത്രമാണ് അവർ ആ ടെസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ? ഏത് സിറ്റുവേഷനിൽ മാത്രം? അത് ജോബ് കാൻഡിഡേറ്റ്സിന്റെ ജോലിയുടെ പെർഫോമൻസിനെ അത് ആ ഒരു സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ, അങ്ങനെയുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ വരാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ HIV ടെസ്റ്റ് അവര് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് മറ്റ് എന്താ പറയാ, ഈ അമേരിക്കൻ കനേഡിയൻ അസോസിയേഷൻ ഒന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, HIV ടെസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് എക്സാമ്പിൾ ആയിട്ട് അവിടെ തന്നേക്കണമെന്നുള്ളൂ. പിന്നെ അത് അണ്ടർലൈൻ ചെയ്യാനായിട്ടൊന്നുമില്ല, ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ആ എക്സ്പാൻഡഡ് ഫോം അവിടെ ഒന്ന് നോക്കി വെച്ചു, CHRC അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച്. കനേഡിയൻ കറന്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, BFOR. എന്താ BFOR? ബോണ ഫിറ്റ് ഒക്യുപേഷണൽ നെസസിറ്റി ആണെന്നുള്ളത് അവിടെ റിക്വയർമെന്റ് ആണ് ശരിക്കും. റിക്വയർമെന്റ്, ബോണഫിറ്റ് ജസ്റ്റിഫിക്കേഷൻ, BFJ. ആ മൂന്നെണ്ണം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാണ്. പിന്നെ അടുത്തതാണ് ജെനറ്റിക് ടെസ്റ്റിംഗ്. ജെനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജനിതകപരമായിട്ട് കിട്ടിയത് അല്ലെ, പാരമ്പര്യമായിട്ടൊക്കെ നമുക്ക് നമ്മുടെ അച്ഛനീന്നോ ഒക്കെ അങ്ങനെയൊക്കെ കിട്ടുന്ന ജെനറ്റിക്കലി നമുക്ക് കിട്ടുന്ന രോഗങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. According to the Health Law Institute at the University of Alberta, almost 24% of the genetic specialists believe that employers should have access to an employee's confidential medical records in order to determine whether the employee is likely to develop a genetic disease that could be
കോസ്റ്റ്ലി ടു ദ എംപ്ലോയർ. അതായത് നമ്മള് ഹെൽത്ത് ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട അത് എന്താ സജസ്റ്റ് ചെയ്യുന്നത്, അതനുസരിച്ച് ഓൾമോസ്റ്റ് 24% ജനറ്റിക് സ്പെഷ്യലിസ്റ്റ് വിശ്വസിക്കുന്നത് എന്താ, എംപ്ലോയർ അസസ് ചെയ്യണം. എംപ്ലോയിയുടെ ആ കോൺഫിഡൻഷ്യൽ മെഡിക്കൽ റെക്കോർഡ്, രഹസ്യാത്മകമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് അസസ് ചെയ്യണം. എന്തിനു വേണ്ടി? in order to determine whether the employee is likely to develop genetic disease ഉണ്ടോ, അല്ലെ? ആ എംപ്ലോയിക്ക് ജനറ്റിക് ഡിസീസ് ഉണ്ടോ എന്നുള്ള ആ കോൺഫിഡൻഷ്യൽ മെഡിക്കൽ റെക്കോർഡ്സ് എംപ്ലോയർ എന്ത് ചെയ്യണം? എംപ്ലോയർ അത് അസസ് ചെയ്യണം. എംപ്ലോയിയുടെ കോൺഫിഡൻഷ്യൽ മെഡിക്കൽ റെക്കോർഡ് എംപ്ലോയർ അസസ് ചെയ്യണം. അത് നോക്കിയേ, അത് നോക്കി, ദാറ്റ് കുഡ് ബി കോസ്റ്റ്ലി ടു ദ എംപ്ലോയർ. എംപ്ലോയറിന് അത് ചെലവ് ഏറിയ കാര്യമാണ്. എന്താ അങ്ങനെ പറയണേ? എംപ്ലോയറിന് ചെലവേറിയ കാര്യമാണ്. ഇപ്പൊ നമുക്ക് ചിലർക്ക് ആസ്മ അതൊക്കെ നമുക്ക് ജനറ്റിക്കലി ഇപ്പൊ അപ്പൂപ്പന്മാർക്കൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ ആസ്മ പേഷ്യൻസ് ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കും വരാം. അപ്പൊ അങ്ങനെയുള്ള ആ എംപ്ലോയിനെ നമുക്ക് ആ ടെസ്റ്റ്, ജനറ്റിക് ടെസ്റ്റിംഗ് നടത്തി കഴിയുമ്പോൾ ആ രോഗം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പൊടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് മാറ്റാൻ പറ്റും, അല്ലെ? അങ്ങനെയുള്ള ജോലിയിൽ നിന്ന് അവരെ ഒഴിവാക്കി നിർത്തി വേറെ അവർക്ക് ആപ്റ്റായിട്ടുള്ള ജോലിയിലേക്ക് വെക്കാൻ പറ്റും. ഇനിയിപ്പോ ആ കമ്പനിയിൽ കയറി ജനറ്റിക് ടെസ്റ്റ് നടത്തിയില്ല കേട്ടോ, നടത്താതെ നമ്മള് ആ കാൻഡിഡേറ്റ്സിനെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പൊടി നിറഞ്ഞ ഒരു ഇതിലേക്കാണ് ജോലി കൊടുത്തെങ്കിൽ കമ്പനി കയറി കഴിയുമ്പോൾ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ലേ? ഈ എന്താ പറയാ, നമ്മൾ ഇവിടെ ജോലിക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് അസുഖം വന്നതെന്നൊക്കെ പറയുമ്പോ ആർക്കാ നഷ്ടം തന്നെ? ആ നഷ്ടം ആര് കൊടുക്കണം? ചിലപ്പോ എംപ്ലോയർ, കമ്പനി അത് ചെയ്യേണ്ടി വരും. ഉണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ജനറ്റിക് ഡിസീസ് നമ്മൾ അത് ശരിക്കും അത് നോക്കി അതിനനുസരിച്ചുള്ള ഒരു ഇത് കൊടുത്തില്ലെങ്കിൽ എംപ്ലോയറിന് അവിടെ ചെലവ് വരാം. ജനറ്റിക് ടെസ്റ്റിംഗ് ഈസ് ദ കണ്ടിന്യൂസ് ഇഷ്യൂ ദാറ്റ് പ്രപ്പോസ് സ്ക്രീനിങ് ഓർ മോണിറ്ററിംഗ് എ ജോബ് ആപ്ലിക്കൻസ് ഫോർ ജനറ്റിക് പ്രോസ്പെരിറ്റി to illness caused by various workplace chemicals or substance. Underline ചെയ്തേ. പല ജോലി സ്ഥലത്തുള്ള വിവിധ കെമിക്കൽസോ അല്ലെങ്കിൽ സബ്സ്റ്റൻസോ രാസവസ്തുക്കളോ എന്തെങ്കിലും വസ്തുക്കളോ മൂലമുണ്ടാകുന്ന ഒരു ജനിതക പ്രവണതയ്ക്കായി ആ രോഗം വരാൻ നമുക്കൊരു ഇതുണ്ട്, അല്ലെ? പ്രൊപ്പൻസിറ്റി PROPENS പ്രവണത എന്നാട്ടോ, പ്രവണത. ആ പ്രവണതയ്ക്കായി അങ്ങനെ അപ്പൊ രോഗം വരാനുള്ള പ്രവണതയ്ക്കായിട്ട് ജോബ് കാൻഡിഡേറ്റ്സിനെ അവരെ സ്ക്രീനിങ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നിരീക്ഷിക്കുക, മോണിറ്റർ ചെയ്യുന്നതിനോ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ജനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡാഷ് ഇട്ട് അവിടെ ചോദിക്കുക കേട്ടോ. Dash is a continuous issue that requires screening or monitoring job applicants. Monitor എന്തിനു വേണ്ടി? For genetic propensity to illness caused by various workplace chemicals or substance. ആ വർക്ക്പ്ലേസിൽ ഉണ്ടാകുന്ന പല രാസവസ്തുക്കളോ കെമിക്കൽ സബ്സ്റ്റൻസ് വസ്തുക്കളോ മൂലം രോഗങ്ങൾ വരാനുള്ള ഒരു പ്രവണത, ജനിതക രോഗങ്ങള്, ജനറ്റിക് ആയിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ഒരു പ്രവണത. അപ്പൊ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ആപ്ലിക്കൻസിനെ സ്ക്രീനിങ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ആ സെന്റൻസ് അതിലൊന്നും അണ്ടർലൈൻ ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ genetic monitoring is used to alert the workers to workplace toxins. അല്ലെ? അലേർട്ട് ആക്കിയിരിക്കാൻ വർക്ക്പ്ലേസിലെ ടോക്സിൻസ് അതുമൂലം ഈ വർക്കേഴ്സിനെ അലർട്ട് ആയിരിക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ജനറ്റിക് ടെസ്റ്റ് ചെയ്യുന്നത്. ജനറ്റിക് മോണിറ്ററിംഗ് ഈസ് യൂസ്ഡ് ടു അലേർട്ട് വർക്കേഴ്സ്. അലർട്ട്, എനിക്കിപ്പോ ഈ രോഗമുണ്ട്, അപ്പൊ ഞാനത് എന്താണ് അലർട്ട് ആയിരിക്കണം, വർക്ക്പ്ലേസിലെ ടോക്സിൻസിനെ കുറിച്ച് അലർട്ട് ആയിരിക്കണം. ആ സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. However, genetic screening is used to identify hereditary diseases to workplace. ആ ജോലി സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുണ്ടാക്കുന്ന രോഗങ്ങൾ, പാരമ്പര്യമായിട്ടുള്ള ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജനറ്റിക് സ്ക്രീനിങ്ങും ഉപയോഗിക്കുന്നു.
ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. അതെങ്ങനെ? വർക്ക് പ്ലേസ് ഹസാർഡ്സ് മൂലം, വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ദോഷമായിട്ടുള്ള സാധനങ്ങളോ വിശ്വസ്തുക്കളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂലം. ഫോർ എക്സാമ്പിൾ, ദോസ് വർക്കേഴ്സ് who have an inherited sensitivity will not be hired. Hire ചെയ്യാന്ന് വെച്ചാൽ നിയമിക്കുക at the lead factory plant. അപ്പൊ അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ്, ഈ നമ്മൾ ഇങ്ങനെയുള്ള ആ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹസാർഡ്സ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും കെമിക്കൽസിനോടോ സബ്സ്റ്റൻസിനോടൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരെ അങ്ങനെയുള്ള ജോലികളിലേക്ക് നിയമിക്കുന്നതിന് എന്ത് നിയമിക്കാൻ പാടില്ല. നോട്ട് ഹയേർഡ്, ആ ഒരു ഇതിലേക്ക് നിയമിക്കാൻ പാടില്ല. ഇപ്പൊ ഒരു ആസ്മ പേഷ്യൻസ് ആണ്, അപ്പൊ ഒരുപാട് പൊടി വരുന്ന ആ ജോലിയിലേക്ക് അവനെ എന്ത് ചെയ്യാൻ പാടില്ല? നിയമിക്കാൻ പാടില്ല. അറ്റ് ദ ലീഡ് ബാറ്ററി പ്ലാന്റ് ആണ്. ഒരു ഇലക്ട്രിക് വാഹനത്തിലേക്കുള്ള ബാറ്ററികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സൗകര്യത്തെയാണ് ബാറ്ററി പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അതിലേക്ക് ആ ഒരു ജോലിയിലേക്ക് അവരെ നിയമിക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമ്മളത് നോക്കാതെയൊക്കെ ആ ക്യാൻഡിഡേറ്റ്സിനെ കൊണ്ടുവന്ന് എംപ്ലോയിനെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അവർക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ ഇവിടെ വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഇവിടെ നിന്ന് അസുഖം വന്നതാണെന്നൊക്കെ പറഞ്ഞ് എംപ്ലോയറിന് ചിലപ്പോ എന്താ പറയാ, എംപ്ലോയറിന് നഷ്ടമൊക്കെ വരാം അല്ലേ? ഓക്കെ, അതാണ് ജെനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ 2 സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Is a continuous issue that propose screening or monitoring. ആ sentence genetic monitoring is used to alert the workers alert ആയിരിക്കാൻ to workplace toxic. ആ 2 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഒരെണ്ണം കൂടി അണ്ടർലൈൻ ചെയ്തു അതിന്റെ ഒപ്പം തന്നെ. However, genetic screening is used to identify hereditary disease to workplace hazards. ആ 3 സെന്റൻസ് മാത്രം അതില് നമ്മൾ നോക്കണം കേട്ടോ. It can be also used as a pre-employment test ആണ്. ജോലി കൊടുക്കുന്നതിന് മുന്നുള്ള ടെസ്റ്റ് അല്ലേ? എന്തിനാണ്? reduce the risk of an employer. എംപ്ലോയറിന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി പ്രീ എംപ്ലോയ്മെന്റ് ടെസ്റ്റ് ആണ് ഈ ജെനറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എംപ്ലോയറിന് നഷ്ടം വരൂലേ അല്ലേ? മര്യാദയ്ക്ക് ആ ഒരു കറക്റ്റ് പോസ്റ്റിലേക്ക് ഇട്ടില്ലെങ്കിൽ. ഓക്കെ, ഇത്രയൊന്നും വായിച്ചു വെച്ചേക്കുക കേട്ടോ. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. ഇന്ന് തന്നെ എടുത്തതൊന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ബൈ.